ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് പണിമുടക്കാൻ തയ്യാറെടുക്കുകയാണ് സംസ്ഥാനത്തെ ഹോട്ടൽ ഉടമകൾ. വില വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയില്ലെങ്കിൽ ഹോട്ടലുകൾ അടയ്ക്കേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഗ്യാസിന്റെ വില ക്രമാതീതമായാണ് വർദ്ധിപ്പിച്ചത്. വലിയ തോതിലുള്ള വില വർധനവ് ഉണ്ടാകുന്ന സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. ഇത് ഹോട്ടൽ വ്യവസായത്തെ ചില്ലറ പ്രതിസന്ധിയിലൊന്നുമല്ല എത്തിച്ചിരിക്കുന്നത്, നമുക്കറിയാം. ഇപ്പോൾ പണിമുടക്കടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണല്ലേ ഹോട്ടൽ ഉടമകൾ? രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഗ്യാസിന്റെ വില വർദ്ധിപ്പിക്കും എന്ന് ഹോട്ടൽ ഉടമകൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇത് വല്ലാത്തൊരു ഇരുട്ടടിയായി പോയി എന്നാണ് അവർ പറയുന്നത്. ഈ വില കേട്ട് അവർ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. ഒരു സിലിണ്ടറിന് 3000 രൂപ കൊടുത്ത് വാങ്ങുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. മറ്റൊന്ന്, ഇങ്ങനെ വാങ്ങുമ്പോൾ പോലും സ്വാഭാവികമായും ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്ന അതിന്റെ വിലയും കൂടി വർദ്ധിക്കും. അങ്ങനെ വില വർദ്ധിപ്പിക്കാൻ ഇവർ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ഹോട്ടലിലാണ്. ഇവിടെ നമ്മൾ വന്ന് ഇവന്റെ ഉടമയോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നതും അത് തന്നെയാണ്. ഇതെങ്ങനെയാണ് ഞങ്ങൾക്ക് മുതലാകുക എന്നാണ്. പ്രത്യേകിച്ച് ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഗ്യാസിന് കിട്ടുന്ന ലഭ്യത കുറഞ്ഞു. അപ്പോൾ ഇവർ വിൽക്കുന്ന ഇനത്തിന്റെ എണ്ണം കുറച്ചിരിക്കുകയാണ്. അതിനിടയിൽ ഇപ്പോൾ 3000 രൂപ കൊടുത്തൊരു സിലിണ്ടർ വാങ്ങുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. ചേട്ടാ, ഇത് വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക്? ഒരു ദിവസം ഒരു സിലിണ്ടറിന് 3000 രൂപ കൊടുക്കുക എന്ന് പറയുന്നത് അത് പ്രായോഗികമല്ല. ഇതെങ്ങനെയാണ് ഈ ഒരു വില വർധനവ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇത് ചരിത്രം ഇത്രയും വില വർധന ഉണ്ടാകുന്നത് കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു ഗ്യാസ് സിലിണ്ടർ ഇവിടെ യൂസ് ചെയ്യും. ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. ഹോട്ടൽ ഉടമകളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്, സംശയമില്ല. ഭക്ഷണത്തിൻ്റെ വില കൂട്ടാത്ത മാർഗമില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോഴും 10 രൂപയ്ക്ക് കിട്ടിയ ചായ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 12ഉം 15ഉം ഒക്കെ ആക്കിയ പശ്ചാത്തലമുണ്ട്. ഗ്യാസിന് വില കാര്യമായി വർദ്ധിക്കുന്നു. ഗ്യാസ് പലയിടത്തും കിട്ടാനില്ല. ഒപ്പം ഈ കരിഞ്ചന്തയിലടക്കം ആശ്രയിക്കേണ്ട പശ്ചാത്തലം ഒരുങ്ങുന്നുണ്ട് പല ഹോട്ടലുകൾക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഹോട്ടൽ വ്യവസായത്തെ അതുകൊണ്ട് നമ്മൾ ടോട്ടലി നമ്മളെ ബിസിനസ് തന്നെ ബാധിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇതുള്ളത്. ഇപ്പോൾ തന്നെ നഷ്ടത്തിലാണ് അല്ലേ? ഇപ്പോൾ തന്നെ ഈ യുദ്ധം കാരണം നിങ്ങൾക്ക് സിലിണ്ടർ കുറവാണ് കിട്ടുന്നത്. ഐറ്റം എല്ലാം വെട്ടിക്കുറച്ചു. എനിക്കൊന്ന് ഇവിടെ ഊണിനാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത്. അത് ഒരു സമയത്ത് നിർത്തിവെക്കേണ്ട സാഹചര്യം പോലും വന്നു അല്ലേ? അതായത് നമ്മൾ ഗ്യാസിന്റെ ഷോർട്ടേജ് വന്നത് കാരണം ഏകദേശം ഒരു 2 ആഴ്ചത്തോളം നമ്മൾ ഊണ് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉച്ചയ്ക്കാണ് ഏറ്റവും കൂടുതൽ കച്ചവടം ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്തുള്ള കച്ചവടം നമ്മളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ബിസിനസ്സിൽ തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കാരണം 20ഓളം സ്റ്റാഫ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാഫിന് കുറേ ദിവസം വർക്കില്ലാണ്ടായി. ഇപ്പോൾ ബംഗാളികൾ അവർ നാട്ടിലേക്ക് പോയത് കാരണം അവരെയും കിട്ടാനില്ല ഇപ്പം ഇവിടെ വർക്ക് ചെയ്യാൻ. അപ്പോൾ ആകെ പ്രതിസന്ധിയിലാണ് ഹോട്ടൽ മൊത്തം എടുക്കുകയാണെങ്കിൽ. അത് തന്നെയാണ് രഞ്ജിത്ത്, വലിയ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ബംഗാൾ തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജീവനക്കാർ വോട്ടിടാൻ വേണ്ടി നാട്ടിലേക്ക് പോയി. അവരാരും തിരികെ വന്നിട്ടില്ല. ഉള്ള സ്റ്റാഫുകളെ വെച്ച് മുന്നോട്ട് പോകാമെന്ന് കരുതുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥയും. ഈ വില കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായും ഇത് അടിച്ചേൽപ്പിക്കുന്ന ഉപഭോക്താക്കളുടെ മേലാണ്. അവർക്ക് എങ്ങനെയാണ് ഇത് താങ്ങാൻ കഴിയുക എന്നൊരു ചോദ്യം കൂടിയാണ് ഇവിടെ ബാക്കിയാകുന്നത്. എന്തായാലും 6-ാം തീയതി ഒരു പണിമുടക്കിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിലേക്ക് പോകാനാണ് ഹോട്ടൽ ഉടമകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ നമ്മളോട് അവർ അത് വ്യക്തമാക്കുകയും ചെയ്തു. ഇനി എന്താണ് കേന്ദ്ര സർക്കാർ ഈ വിലവർദ്ധനവ് അത് പിൻവലിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഹോട്ടൽ ഉടമകൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇല്ലെങ്കിൽ അവരുടെയും അതോടൊപ്പം തന്നെ ഉപഭോക്താക്കളെ ഇത് വലിയ രീതിയിൽ തന്നെയാണ് ബാധിക്കാനിരിക്കുന്നത്. രഞ്ജിത്ത്, ഹോട്ടൽ ഉടമകൾ വലിയ പ്രതിസന്ധിയിലാണ്. വില വർദ്ധിപ്പിക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗമില്ല. തൊഴിലാളികളെ കിട്ടാനില്ല. അതിനൊപ്പം ഇങ്ങനെ ഇന്ധനവില കൂടി വല്ലാതെ വർദ്ധിച്ചു പോയാൽ ഹോട്ടൽ വ്യവസായം തന്നെ പ്രതിസന്ധിയിലാകും. സൂചനാ പണിമുടക്കിന് ശേഷം അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയേക്കാം എന്നാണ് ഇപ്പോൾ ഹോട്ടൽ ഉടമകളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.